Greetings to you all in the precious name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സന്ധ്യാവന്ദനം. I thank God for one more opportunity that He has given us, that we could come into His presence and meditate together on His excellencies. അവന്റെ മഹത്വത്തെ ഓർത്ത് ധ്യാനിക്കുവാൻ ഒരവസരം കൂടെ നമുക്ക് ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. For the past few weeks, we have been going through the book of Song of Songs. കഴിഞ്ഞ ചില ആഴ്ചകളായി ഉത്തമഗീതങ്ങൾ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I'm sure we have found so many gems that we could collect from these verses. അനേകവിധമായ മുത്തുകൾ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ ഇടയായി. And because of my constant repeating every week, I hope that all of you are, I think the outline is actually by heart for you till chapter 4 at least. 4-ാം അധ്യായം വരെ ഞാൻ എല്ലാ ആഴ്ചയുടെ ക്ലാസ്സിലും അതിന്റെ ഔട്ട്ലൈൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് കാണാതെ ഇപ്പോൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനഃപാഠമായി. Yes, keeping that outline in mind would actually go a long way in helping all of us to making more sense of the Song of Songs. ആ ഒരു രൂപരേഖ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ ഉത്തമഗീതത്തിൽ കൂടുതൽ പഠിക്കുവാനും ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് ആഴമായി നമുക്ക് ഓർക്കുവാനും നമുക്ക് കഴിയും. Inspired by the Holy Spirit through the hands of Solomon, this is indeed the song, the supreme of all songs. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ മുഖാന്തരം ശലോമോന്റെ കൈകളാൽ വന്നിരിക്കുന്ന ഈ കാവ്യങ്ങൾ യഥാർത്ഥ രീതിയിൽ സകല ഗീതങ്ങളെക്കാൾ വളരെ അത്യുത്തമമായിരിക്കുന്നു എന്നതിൽ നമുക്ക് സംശയമില്ല. After the first and the second canticles, or the first and second idyls, last week we almost concluded the third idyll, that is beginning from chapter 3 and verse 6 all the way to chapter 5 and verse 1. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ, 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ധ്യാനിക്കുവാനിടയായി. And we saw a lot of truths about the day of the wedding. വിവാഹ ദിവസത്തെ പറ്റി അനേക സത്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനിടയായി. We saw that first Solomon sent his palanquin. We do not know whether he was in it or not, but he sent to fetch his bride from her place to where he is staying. തന്റെ മണവാട്ടിയെ സ്വീകരിക്കാനായി തന്റെ പല്ലക്ക് തന്റെ മണവാട്ടിക്ക് വേണ്ടി വിടുകയും തന്നെ തന്റെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ തന്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് താൻ അവിടെ കാര്യങ്ങളെ ഒരുക്കുകയും ചെയ്യാൻ കാണുവാനിടയായി. And we saw him, King Solomon, crowned with the crown wherewith his mother crowned him on the day of his wedding. തന്റെ മാതാവ് മുഖാന്തരം വിവാഹ ജീവിതത്തിൽ വിവാഹ ദിവസത്തിൽ താൻ ധരിച്ച വിവാഹ കിരീടത്തെ പറ്റി നമുക്ക് ചിന്തിക്കുവാനിടയായി. We saw that the day of his wedding was the day that he looked forward to. It was the day of the gladness of his heart. ആ വിവാഹ ദിവസം താൻ ആഗ്രഹിക്കുകയും തന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസമായി അതിനെ കണക്കാക്കുകയും ചെയ്താൽ കാണുവാൻ കഴിഞ്ഞു. And probably after the wedding was over, we see that Solomon and the bride are together in their chamber. He is lifting her veil and he starts to extol, to praise the beauty of his love. അവിടെ മണവാളൻ മണവാട്ടിയുമായുള്ള വിവാഹത്തിന് ശേഷം മണവാളന്റെ മണിയറയിൽ മണവാട്ടി ഇരുന്ന് തന്റെ ആ മൂടുപടം മാറ്റി മണവാട്ടിയെ കണ്ടുകൊണ്ട് മണവാട്ടിയെ പ്രശംസിക്കുന്ന കുറെ വാക്യങ്ങൾ, ശകലങ്ങൾ, കാവ്യങ്ങൾ നമുക്ക് കാണുവാനിടയായി. And at verse 6 of chapter 4, we saw that he delights to be in the place that he refers to as the mountain of myrrh and the hill of frankincense. മൂറും കുന്തിരിക്കത്തിന്റെയും ആ മലമുകളിൽ നിന്ന് ഉള്ള ആ ഒരു ധ്യാനാത്മകമായ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനിടയായി. And we saw that it points and it has a reference, as far as we are concerned, to Mount Calvary, which for us and which for our beloved has become the mountain of myrrh and the hill of frankincense. നമ്മളെ സംബന്ധിച്ച് കാൽവരിയുടെ കൊലമരം, കാൽവരിയുടെ കുന്നുമായി ഈ കാര്യങ്ങൾക്ക് ഒരു ബന്ധമുണ്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ കാൽവരിയുടെ മലമുകൾ മൂറിന്റെയും കുന്തിരിക്കത്തിന്റെയും കുന്നായി മാറുകയും ചെയ്ത സാഹചര്യം നാം ഓർക്കുകയുണ്ടായി. And then the first section, or the section where he praised his bride, was concluded with this lovely statement, "Thou art all fair, my love, there is no spot in thee," 4 verse 7.
അവിടെ നാം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ നീ സർവാംഗ സുന്ദരി, നീ സകലത്തിലും സുന്ദരിയായ ഒരു പദപ്രയോഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. And then we saw that the bridegroom is inviting his bride, the love of his life, to leave Lebanon, to leave the top of the Mount Shinar and Hermon, and to leave those desolate and those delightful places and come to the place where he has prepared for her. അവിടെ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേട്ട് മണവാളൻ മണവാട്ടിയോട് അഭ്യർത്ഥിക്കുകയാണ്, നിന്റെ സ്ഥലങ്ങൾ ലെബാനോനും നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സകല സാഹചര്യങ്ങളും വിട്ട് തന്നോടുകൂടെ, ഹെർമോൻ കൊടുമുടികളൊക്കെ വിട്ട് തന്നോടുകൂടെ വിട്ടുപോരുവാനായിട്ടുള്ള ആഹ്വാനം നമുക്ക് അവിടെ കാണുവാനിടയായി. Lebanon is a beautiful place. It is a delightful place. Those are places that delight the soul, that delight the flesh. But it is also a very dangerous place, full of rocks and full of wild animals. അവിടെ നമുക്കറിയാം ഹെർമോൻ, Lebanon, Hermon, Shinar, and Amana. ഹെർമോൻ ശരീരം അവിടെയുള്ള ആ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ, ഹെർമോനും ലെബാനോനിലെ സ്ഥലങ്ങളും ഹെർമോൻ കുന്നും ഷേറിൻ കുന്നും ഒക്കെ മനോഹരമായ സ്ഥലം ആയിരിക്കവേ തന്നെ ദുർഘടം നിറഞ്ഞ സ്ഥലങ്ങളാണെന്ന് നമുക്ക് ചിന്തിക്കാനിടയായി. The devil, our adversary, is waiting in mountains like these, which are often so delightful to the flesh, waiting to tempt and to catch us if we slip and fall. നമ്മുടെ ശത്രുവായ സാത്താൻ നമ്മളെ ഇതുപോലുള്ള മലമുകളിൽ, നമ്മളെ ആകർഷണീയമായ സ്ഥലങ്ങളിൽ വെച്ച് നമ്മളെ ആക്രമിക്കുകയും നമ്മളോട് അഭ്യർത്ഥിക്കുകയും ദുർഘടകരമായ സാഹചര്യങ്ങളെ നമ്മളെ വീഴ്ത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ചിന്തിക്കാനിടയായി. And we applied that call of the beloved to us. Come, my beloved, out of Lebanon, to the comfort, to the place that I have prepared for you. ആ ലെബാനോനിലെ സുഖങ്ങൾ വിട്ട്, ഹെർമോൻ കുന്നുകൾ വിട്ട്, ഷേറിൻ കുന്നുകൾ വിട്ട് മണവാളനോടൊപ്പം വരുവാനുള്ള ആഹ്വാനം ശലോമോനോട് കൊടുക്കാനും കാണുവാനിടയായി. And we saw the great comfort that we have, that we are asked not to take this journey alone, but to come with me, come with him. All through the journey, he is there, and at the end of the journey, he is there. നമ്മോടും കർത്താവിന്റെ ആഹ്വാനം തനിയെ സഞ്ചരിച്ചു വരുവാനല്ല, ആ യാത്രയോട് കൂടെ തന്നെ അവൻ നമ്മോടുകൂടെ ഉണ്ട്. അവനോടൊപ്പം സഞ്ചരിക്കാൻ, അവനോട് കൂടെ സഞ്ചരിക്കുവാൻ ഉള്ള അഭ്യർത്ഥനയും ആഹ്വാനവും ഉള്ള അനുഗ്രഹവും ആ വാചകങ്ങളിൽ നിന്ന് കാണുവാനിടയായി. And then we concluded that section almost till the last verse we saw that the bridegroom is totally, completely satisfied with his bride. അതിനുശേഷം അതിന്റെ അവസാന ഭാഗം നമുക്ക് ചിന്തിക്കാനിടയായത് മണവാളൻ മണവാട്ടിയിൽ പൂർണ്ണ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനിടയായി. He is satisfied with her love. അവളുടെ സ്നേഹം കൊണ്ട് താൻ സംതൃപ്തി അടയുന്നു. He was satisfied with her speech and her conversation. അവളുടെ സംസാരം കൊണ്ട്, അവളുടെ സംഭാഷണം കൊണ്ട് അവൻ സംതൃപ്തി അടയുന്നു. He is satisfied with her purity. A garden enclosed is my sister, my spouse. A spring shut up, a fountain sealed. അവിടെ വറ്റിപ്പോകാത്ത കിണറും തോട്ടങ്ങൾക്കും നീറും അങ്ങനെ ഉള്ള ആ ഒരു പ്രത്യേകമായ കാര്യങ്ങളിൽ തന്റെ സംതൃപ്തി തനിക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. തനിക്ക് വേണ്ടി മാത്രമുള്ള ആ ഒരു കാര്യങ്ങളിൽ താൻ അവിടെ സംതൃപ്തി അടയുന്നു. We saw that garden, it belongs to him exclusively and is only for his enjoyment. അവിടെ ആ മണവാട്ടി നമ്മളോട് വായിക്കുന്നത്, എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീറുള്ള മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ, അത് മണവാളന് വേണ്ടി മാത്രം ആസ്വദിക്കാൻ, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ആസ്വദിക്കാനായിട്ട് തന്റെ കാര്യങ്ങൾ, തന്റെ ജീവിതം താൻ ഒഴിച്ചു വെക്കുകയാണ്. അതിൽ മണവാളൻ സംതൃപ്തി അടയുന്നതെന്ന് കാണുവാൻ കഴിയും. Then we saw that he was satisfied with her influence. അവളുടെ നിർമ്മലതയിൽ അവൻ സംതൃപ്തിയായതിനു ശേഷം, അതിനുശേഷം മണവാളൻ തന്റെ ആ സ്വാധീനത്തിലും താൻ അവിടെ സംതൃപ്തി അടയുകയാണ്. We saw that the garden has a lot of fruits and spices. നമുക്കറിയാം തന്റെ ആ മണവാട്ടിയുടെ തോട്ടത്തിൽ വിശിഷ്ട ഫലങ്ങളൊക്കെ ഉള്ള ഒരു തോട്ടമായിട്ട് നമുക്കവിടെ കണക്കാക്കാം. It also has a fountain of living waters springing up from the heart, wells of living water to eternal life. മണവാട്ടിയുടെ ആ തോട്ടത്തിൽ ഒരു നീറവും വറ്റിപ്പോകാത്ത കിണറും നിത്യജീവനിലേക്ക് നടത്തുന്ന സമൃദ്ധിയുടെ അനുഭവവും ഒക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. And then also we saw that she calls for the north wind and the south wind to blow upon the garden so that the fragrance thereof would disperse and would be a sweet smelling savor to all the people around the garden. അതിനുശേഷം മണവാട്ടിയുടെ ആഹ്വാനം, വടതിക്കാറ്റ് ഉണരുക, തെന്നിക്കാറ്റ് വരിക, തന്റെ തോട്ടത്തിൽ നിന്ന് ആ സുഗന്ധം എല്ലാ സ്ഥലത്തും വീശി
അതിന്റെ ആ സൗരഭ്യവാസന എല്ലാവർക്കും ആസ്വാദനമാകുന്ന രീതിയിൽ, മണവാളൻ ആസ്വാദനമാകുന്ന രീതിയിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹവും ആ സംതൃപ്തിയും അവിടെ കാണുവാൻ കഴിയും. And then the bride says, the last phrase of chapter 4, let my beloved come into his garden and eat his pleasant fruits. അതിനുശേഷം പറയുന്നത്, എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിന്റെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. Oh my beloved, we exist for the pleasure of our beloved. Sorry, sir. We exist for the pleasure of our beloved. നമ്മുടെ പ്രാണപ്രിയന്റെ സംതൃപ്തിക്ക് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി നാം നിലകൊള്ളുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. Never forget that. Are we really capable enough in his presence to say, let my beloved come into his garden and eat his pleasant fruits? നാം ധൈര്യത്തോടുകൂടെ പറയുമോ, എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് ആ വിശിഷ്ട ഫലം ഭുജിക്കുവാൻ, അതിനെ ആസ്വദിക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു ധൈര്യത്തിലുള്ള പ്രസ്താവന നമുക്ക് പറയുവാൻ കഴിയുമോ? Are there really fruits in our life that really give pleasure to his heart? നമ്മുടെ ജീവിതത്തിൽ അവന് കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഫലങ്ങൾ, അവന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? And with this invitation in 5 and verse 1, we see the reply of the bridegroom. I am come into my garden, my sister, my spouse. I have gathered my myrrh with my spice. I have eaten my honeycomb with my honey. I have drunk my wine with my milk. Eat, O friends, drink, yea, drink abundantly, O beloved. That was 5 and verse 1. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, എന്റെ സഹോദരന്റെ കാന്തയെ, ഞാൻ എന്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എന്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി. ഞാൻ എന്റെ തേൻകട്ട തേനോടുകൂടെ തിന്നും, എന്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചിരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവിൻ, പ്രിയരെ കുടിച്ച് മത്തരാകും. We are his enclosed garden. We are his bride, his love, his spouse. നാം നമ്മുടെ പ്രിയന്റെ അടച്ചിരിക്കുന്ന ഒരു മുന്തിരിത്തോട്ടമാണ്. അവന്റെ മണവാട്ടിയും അവന്റെ കാന്തയും അവന്റെ പ്രിയയും. In the cool of the day, when the master comes, when our bridegroom comes, when our beloved comes into this garden, will he be able to say, I have gathered my myrrh with my spice, I have eaten my honeycomb and my honey, I have drunk my wine with milk? Is he satisfied? Is he pleasured with our life? ദിവസത്തിന്റെ ശാന്തതയുടെ മണിക്കൂറുകളിൽ നമ്മുടെ തോട്ടത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ തോട്ടത്തിൽ നിന്ന് അവന് ഫലങ്ങൾ ലഭിക്കുവാൻ, അവന് ആനന്ദം ലഭിക്കുവാൻ, തൃപ്തി അടയുവാൻ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ഫലങ്ങൾ കൊണ്ട് അവന് കഴിയുമോ? That is a question that, beloved, we all need to answer. Is he satisfied with this garden? പ്രിയരെ, നാം ഉത്തരം കൊടുക്കേണ്ട ചോദ്യമാണ്. ഈ തോട്ടത്തിൽ നിന്ന്, അവന്റെ തോട്ടത്തിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ നിന്ന് അവന് സംതൃപ്തി അടയുവാൻ കഴിയുമോ? And we end that idyll on such a high note. ആ ഒരു കാവ്യം ഇത്രമാത്രം ഉന്നത ശൃംഗത്തിൽ നിന്നാണ് നാം അതിനെ അവസാനിപ്പിക്കുന്നത്. They are wedded, they are happy. അവര് വിവാഹിതരായിരിക്കുന്നു, അവര് സന്തുഷ്ടരാണ്, അവര് സംതൃപ്തരാണ്. And we expect, like all fairy tales, and they lived happily ever after. എല്ലാ കഥകളും അവസാനിക്കുന്നത് പോലെ അവരെന്നേക്കും സന്തോഷത്തോടെ ജീവിച്ചു എന്നുള്ള ഒരു പര്യവസാനം നാം ആഗ്രഹിക്കുന്നു. But no. പക്ഷേ അങ്ങനെയല്ല. Next we see again that cycle repeats. The communion is lost again and communion is restored. കാരണം ആ ഒരു ആനന്ദം, ആ ഒരു സന്തോഷം, ആ ഒരു അകമഴിഞ്ഞ ബന്ധം വീണ്ടും നഷ്ടമാകുകയും വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സൈക്കിൾ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും. We saw that in when we started the second canticle, when we started the second idyll in chapter 2 and verse 8, and there we saw that communion was lost, and then in chapter 3 communion was restored. നമുക്കറിയാം, രണ്ടാം അധ്യായത്തിൽ ആ കൂട്ടായ്മ, ആ അകമഴിഞ്ഞ ബന്ധം ഒരിക്കൽ നഷ്ടമാകുകയും 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അത് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. And then we saw that everything was happy, the wedding took place and everything would have been happy. But no, again, welcome to reality. This is how it happens in all our lives. എന്നാൽ
നാലാം അധ്യായത്തിലേക്ക് വന്നു. ആ കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും വിവാഹം നടക്കുകയും വളരെ ആനന്ദത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നാം വിശ്വസിക്കുന്നത് ആ കാര്യങ്ങൾക്ക് വളരെ നല്ലൊരു പര്യവസാനത്തിലേക്ക് വീണ്ടും അത് പോകുന്നു എന്നാണെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പോലെയൊക്കെ തന്നെ ഏറ്റക്കുറച്ചുകൾ വീഴ്ചകൾ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഒരു ആ കൂട്ടായ്മ, ആ അകമഴിഞ്ഞ ബന്ധം, ആ ആസ്വാദനം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Oh, how often that is so true in my life, in your lives perhaps, that one moment we are at the height of communion with him and the next moment we just fall flat. അവനോടുള്ള സ്നേഹബന്ധത്തിൽ ഒരു നിമിഷം നാം എത്രയോ അത്യന്ത ശൃംഗത്തിൽ നാം ആനന്ദിച്ച് അവനോടൊപ്പം നാം ജീവിതം ചില നിമിഷങ്ങൾ ആസ്വദിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അധികം വൈകിക്കാതെ തന്നെ ഒരു ബന്ധവും ഇല്ലാതെ, ആസ്വാദനത്തിന്റെ സംതൃപ്തിയുടെ ഒരു നിലവാരവും ഇല്ലാതെ നാം പരാജയപ്പെട്ടു പോകുന്ന എത്രയോ മണിക്കൂറുകൾ, ദിവസങ്ങളുണ്ട്. So here we begin the next idyll that starts from 5 verse 2 down to 6 and verse 3. അടുത്ത ചെറിയ കാവ്യം, അതായത് പിന്നീട് വരുന്ന 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അവസാനിക്കുന്ന ഇഡിലിന് ശേഷം അടുത്ത ഇഡിൽ ആരംഭിക്കുന്നത് 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വരെ. For this evening, let us just read chapter 5 verse 2 down to verse 9. 5-ാം അധ്യായത്തിൽ 2-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. Can you please read that? Yeah. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. എന്റെ സഹോദരി, എന്റെ പ്രിയെ, എന്റെ പ്രാവെ, എന്റെ നിഷ്കളങ്കെ തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുരുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എന്റെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറും തൈലവും തഴുത്ത പിടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എന്റെ പ്രിയന് വേണ്ടി തുറന്നു, എന്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു. അവരെന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തു കളഞ്ഞു. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പരവശയായിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, എന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് അണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയനേക്കാൾ എന്ത് വിശേഷതയുള്ളൂ? May God add his blessings to the reading of his word. ഈ വചനത്തിന്മേൽ അവന്റെ അനുഗ്രഹം നൽകി തരുമാറാകട്ടെ. This would be my favorite section from the Song of Songs. ഉത്തമഗീതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണിത്. The fourth section commences with an address of the bride to the daughters of Jerusalem. നാലാമത്തെ ഈ ചെറിയ കാവ്യത്തിൽ മണവാട്ടി യെരൂശലേം പുത്രിമാരോടുള്ള സംവാദം നമുക്കിവിടെ കാണുവാൻ കഴിയും. And she is narrating her recent sad experience. തനിക്കുണ്ടായ ദുഃഖകരമായ ആ അവസ്ഥയെ പറ്റി താൻ അവരോട് പ്രസ്താവിക്കുകയാണ്. And she is asking for their help. അവരുടെ സഹായത്തെ താൻ അന്വേഷിക്കുകയും ചെയ്യുന്നു. Many believe that she is actually narrating a dream. അനേകർ വിശ്വസിക്കുന്നത് ഇവിടെ മണവാട്ടി ഒരു സ്വപ്നം വിവരിക്കുകയാണ് എന്നുള്ളതാണ്. Because if you look at it, some of the things that happen is very unlikely that happened to the wife of Solomon the king. കാരണം ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ ശലോമോന്റെ ഭാര്യയായ രാജാവിന്റെ ഭാര്യയായ മണവാട്ടിക്ക് സംഭവിക്കാൻ വളരെ അപൂർവമായതുകൊണ്ട് ഇതൊരു സ്വപ്നമായിട്ട് പലരും കണക്കാക്കപ്പെടുന്നു. Whatever it is, sometimes dreams are just an opposite of reality, or sometimes they are an extension of reality. ഒരു പക്ഷേ സ്വപ്നങ്ങൾ ചിലപ്പോൾ യാഥാർത്ഥ്യത്തിനെതിരെയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ യാഥാർത്ഥ്യത്തിനോടുകൂടെ ചേർന്ന് വരുന്ന സ്വപ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. So whether it is a dream or not a dream, we are not concerned. But just like the rest of the song, it actually exhibits to us the experience of individual believers and even the experience of an assembly as a whole. ഇത് സ്വപ്നമായിക്കൊള്ളട്ടെ, ഒരു യാഥാർത്ഥ്യത്തിൽ നടന്ന സംഭവമായിക്കൊള്ളട്ടെ, എങ്ങനെയായിരുന്നെങ്കിൽ പോലും ഉത്തമഗീതത്തിൽ നിന്ന് ഈ വേദഭാഗം നമുക്ക് ഉപയോഗപ്രദമായി നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. In all the books of the Bible, there are some passages
that are more known than the others. നമുക്കറിയാം വേദപുസ്തകത്തിലുടനീളം നോക്കുമ്പോൾ ചില വേദഭാഗങ്ങൾ മറ്റുള്ള ഭാഗങ്ങളെക്കാൾ അറിയപ്പെടുകയും പ്രസിദ്ധമാകുകയും ചെയ്ത ഭാഗങ്ങളുണ്ട്. We know Isaiah 53. Everybody knows Isaiah 53. And so we think that we know Isaiah. But when we start reading, we discover there are a lot of places in Isaiah that are still undiscovered. നമുക്കറിയാം യെശയ്യാവിന്റെ പ്രവചനത്തിൽ യെശയ്യാവിന്റെ 53-ാം അധ്യായം വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നെ നമ്മുടെ ചിന്തയിൽ മനോവികാരത്തിൽ വരുന്ന ഒരു ചിന്തയാണ് യെശയ്യാവ് മുഴുവൻ നമുക്കറിയാം എന്ന് വെച്ചാൽ എന്ന് നമുക്ക് കരുതും. എങ്കിൽ പോലും യെശയ്യാവിന്റെ പ്രവചനം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം എത്രയെല്ലാം സത്യങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ട് നിൽക്കുന്നു. The same is true with Song of Songs. This perhaps is one of the most quoted passage from the Song of Songs, especially during the Lord's Supper meetings. നമുക്കറിയാം ഉത്തമഗീതത്തിൽ നിന്ന് ഈ ഒരു ഭേദഭാഗമാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമാകുകയും ഒരുപക്ഷെ കർത്തൃമേശയുടെ സമയത്തിലൊക്കെ വളരെയധികം ഉദ്ധരണികൾ സംഭവിച്ചിട്ടുള്ളതും ഈ ഭാഗത്തിൽ നിന്നാണ്. The bride is asked at the end of the chapter portion that we read just now, what is thy beloved more than others? And the Shulamite answers with a 10-fold portrait of her beloved. നമുക്കറിയാം നമ്മളിപ്പോ വായിച്ച വേദഭാഗത്തിന്റെ അവസാനത്തെ ചോദ്യം എങ്ങനെയാണ്, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ എന്നവിടെ ഉള്ള ചോദ്യത്തിന് 10 കാര്യങ്ങൾ താൻ അവിടെ അതിനുശേഷം പറയുകയാണ്. I suppose we also will have an answer just like the Shulamite did when this question is posed to us. ഒരു പക്ഷേ ശൂലേംകാരത്തി പറഞ്ഞ ഉത്തരം പോലെ തന്നെ നമ്മളോട് ചോദിച്ചാൽ പോലും ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. Do we really have an answer if somebody asks us, what is your beloved more than other beloved? നമ്മളോട് ആരെങ്കിലും നമ്മുടെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഇങ്ങനെ പറയുവാനുള്ള ഉത്തരം നമുക്കുണ്ടാകുമോ? We need to consider that, and our hearts should be so full of our beloved that at the moment that question is asked, she is ready with an answer. നമ്മളും അങ്ങനെ പോലെ ശുലേംകാരത്തിയെ പോലെ തന്നെ മണവാട്ടിയെ പോലെ തന്നെ തന്റെ പ്രിയനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്റെ ഹൃദയത്തിൽ പ്രിയനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഏത് സമയത്തും അത് പറയുവാൻ തക്കവണ്ണമുള്ള വ്യഗ്രത, ഒരു ആവേശം തന്നിൽ ഉള്ളതുപോലെ നമുക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. This section, though it begins with a little bit sadder portion, but it ends very happily. ഇതിന്റെ ഈ ചെറിയ കാവ്യത്തിന്റെ ഈ ഇടലിന്റെ ഒന്നാം ഭാഗം നാം ഒരു പക്ഷേ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഇത് ആരംഭിക്കുമെങ്കിൽ പോലും ഇതിന്റെ പര്യവസാനം വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. Since we have read it, I will just go through the outline. I have not been able to divide it topically, so we will divide it as a narration. ഇതിനെ വിഷയപരമായി തന്നെ അതിനെ വിഭജിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു കാവ്യത്തിന്റെ ഒരു രൂപരേഖ അത് പറയുന്ന രീതി അനുസരിച്ച് തന്നെ ഞാൻ ഒന്ന് വിഭജിക്കട്ടെ. We start with communion lost and end with communion restored. നഷ്ടപ്പെട്ട ആ കൂട്ടായ്മ ബന്ധം, അകമഴിഞ്ഞ ബന്ധം, ആ ബന്ധത്തിനൊരു വിച്ഛേദനം സംഭവിക്കുകയും അത് പുനഃസ്ഥാപിക്കപ്പെടുകയും അത് വിച്ഛേദനം നഷ്ടപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And at the end of the idyll, we see that the communion is restored. ഈ ചെറിയ കാവ്യത്തിന്റെ അവസാനം ആ ബന്ധം, ഒരു വിച്ഛേദിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. So in verse 2, we have the appeal, the loving appeal of the bridegroom. അഞ്ചാമത്തെ 2-ാം വാക്യത്തിൽ ആദ്യം വായിച്ച വാക്യം സ്നേഹനിർഭരമായ ഒരു അഭ്യർത്ഥന മണവാളന്റെ വശത്തു നിന്നുണ്ടാകുന്ന നമുക്ക് കാണുവാൻ കഴിയും. In verse 3, we find that the bride responds negatively to this appeal. ആ ഒരു അഭ്യർത്ഥനയ്ക്ക് പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഒരു മറുപടിയാണ് മണവാട്ടി കൊടുക്കുന്നത്. But then we find in the next verse that the bridegroom is persistent in his appeal. എന്നാൽ അടുത്ത വാക്യത്തിൽ നമുക്കറിയാം മണവാളൻ കുറച്ചും കൂടെ സ്ഥിരമായ ഒരു ആത്മാവിൽ തന്നെ നിർബന്ധിതമായി തന്നെ മണവാട്ടിയോട് അഭ്യർത്ഥന നടത്തുകയാണ്. We then see that the bride positively responds to that appeal. അതിനുശേഷം നമുക്കറിയാം മണവാട്ടി ആ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മണവാട്ടി കുറച്ചുകൂടെ ക്രിയാത്മകമായി തന്നെ പ്രതീക്ഷിച്ചതിന് തന്നെ ഒരു മറുപടി തന്നെ കൊടുക്കുകയാണ്. But then she was a little bit too late. എന്നാൽ ആ ഉത്തരം വന്നത് കുറച്ച് വൈകിയായതുകൊണ്ട് we see that the bridegroom has withdrawn. ആ മണവാളൻ തന്റെ അഭ്യർത്ഥനയ്ക്ക് ശേഷം താൻ അവിടുന്ന് പിൻവാങ്ങുന്നതെന്ന് കാണുവാൻ കഴിയും. And then we see in verse 7 and 8 that the bride is searching for the bridegroom who has withdrawn himself.
അവിടെ പിൻവാങ്ങിപ്പോയ മണവാളനെ തിരഞ്ഞുകൊണ്ട് മണവാട്ടി പോകുന്നത് അന്വേഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. She elicits the help of the daughters of Jerusalem, and the daughters of Jerusalem ask, "What is your beloved more than other beloved?" തന്റെ മണവാളനെ കണ്ടുപിടിക്കാനായി മണവാട്ടി യെരൂശലേം പുത്രിമാരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ യെരൂശലേം പുത്രിമാർ തന്നോട് ചോദിക്കുന്ന ചോദ്യവുമാണ് നാം ആദ്യം വായിച്ചത്. നിന്റെ പ്രിയൻ മറ്റുള്ള പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? And as an answer to that, the bride gives a portrait of her beloved, and that is the most famous portion from this book. അതിനുശേഷം അതിന്റെ ഉത്തരമായിട്ടാണ് മണവാട്ടി തന്റെ പ്രിയന്റെ ഒരു വിവരണം താൻ അവിടെ കൊടുക്കുകയും അതാണ് ഉത്തമഗീതത്തിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായ വേദഭാഗം എന്ന് കണക്കാക്കപ്പെടുന്നത്. Chapter 6 and verse 1, we see that the daughters of Jerusalem ask another question, and then the bridegroom is found at last in 6 verse 2 and 3. അതിനുശേഷം 6-ാം അധ്യായം അതിന്റെ മറുപടിയല്ലേ? അതിനുശേഷം യെരൂശലേം പുത്രിമാർ വീണ്ടും ഒരു ചോദ്യം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ചോദിക്കുകയും അതിന് മറുപടിയായി നമുക്കറിയാം 10-ാം കാണുന്ന സ്ലൈഡിൽ കാണുന്ന പോലെ 2-ഉം 3-ഉം വാക്യങ്ങളിൽ മണവാളനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. So at the close we have communion is restored. മണവാളനെ കണ്ടെത്തിയതിനു ശേഷം നമുക്കറിയാം ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ. And in the will of God today I would like to focus on just the first one, the bridegroom's loving appeal. ഇന്ന് ആ മണവാളന്റെ സ്നേഹനിർഭരമായ അഭ്യർത്ഥനയിൽ മാത്രം ഇന്നൊന്ന് ഫോക്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Let us read verse 2 again. I will read it first. I sleep, but my heart waketh. It is the voice of my beloved that knocketh, saying, Open to me, my sister, my love, my dove, my undefiled. For my head is filled with dew, and my locks with the drops of the night. വീണ്ടും വായിക്കട്ടെ. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. എന്റെ സഹോദരി, എന്റെ പ്രിയേ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കയെ തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. I sleep. ഞാൻ ഉറങ്ങുന്നു. The bride has gone back to sleep again. മണവാട്ടി വീണ്ടും ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. The presence and comfort of her bridegroom are again lost to her. മണവാളന്റെ സാന്നിധ്യവും മണവാട്ടിക്ക് നഷ്ടമായിരിക്കുന്നു. This time it is not gone as a result of worldliness, but it is a result of laziness or slothfulness. ഇവിടെ മണവാട്ടി കന്യരാശത്തെ പോലെ തന്നെ ലൗകികമായ കാര്യങ്ങൾ കൊണ്ടല്ല, മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടല്ല മണവാളന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടത്. അലസത കൊണ്ടാണ് തന്റെ ഈ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുകയും താൻ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നത്. We are not told how she ended up like this. All that we know is she is resting alone. The door of her room is locked from the inside, and this is very much like our experience. നമുക്കറിയാം എങ്ങനെയാണത് നഷ്ടപ്പെട്ടത് നമുക്കറിയത്തില്ല. എങ്കിലും ഉള്ളിൽ നിന്ന് ആ വാതിൽ അടച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രാക്ടിക്കൽ ചിത്രം കൂടെ നമുക്ക് കാണുവാൻ കഴിയും. A believer's enjoyment of the Savior's fellowship is very frequently, as I said before, followed by a state of carnality or sleep. നമുക്കറിയാം വിശ്വാസി കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ആസ്വാദന, കൂട്ടായ്മ ബന്ധത്തിന്റെ ആസ്വാദനത്തിന്റെ ഒക്കെ മധ്യത്തിൽ തന്നെ ഉദാസീനത കൊണ്ട്, മടി കൊണ്ട് ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. And I believe the danger here is said for warning to all the people of God today. അവിടെ മുന്നറിയിപ്പായിട്ട് സകല ദൈവമക്കൾക്കും ഒരു മുന്നറിയിപ്പായിട്ട് അവിടെ ആ കാവ്യത്തിൽ ഒരു പദപ്രയോഗം പറയുന്നുണ്ട്. And warnings like this are there even in the New Testament. Let him that thinketh he standeth take heed that he fall not. ഇതേപോലുള്ള മുന്നറിയിപ്പുകൾ പുസ്തകത്തിലൂടെ നിൽക്കുന്നെന്നും തോന്നുന്നവൻ വീഴാതെ വണ്ണം സൂക്ഷിക്കട്ടെ. Watch and pray lest you enter into temptation. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങളെ തന്നെ നോക്കി പ്രാർത്ഥിപ്പീൻ. Oh, so many warnings we have to protect us against spiritual sleep. ആത്മീയമായ ഉറക്കത്തിലേക്ക് ഉദാസീനതയിലേക്ക് പോകാതിരിപ്പാൻ എത്രയോ മുന്നറിയിപ്പുകൾ നമുക്കുണ്ട്. This warning is so much more important, especially at a time of spiritual enjoyment. ആത്മീയമായ ആനന്ദത്തിന്റെ മധ്യത്തിൽ ഈ മുന്നറിയിപ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. When you look at the leading up to this verse, everything was
good and great. ഈ വാക്യത്തിലേക്ക് ഈ ഇടലിലേക്ക് നാം എത്തുമ്പോൾ തന്നെ എത്രയോ മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. And we find that we can change our state very quickly. We can go like the disciples, feasting with the Lord in the upper room, to sleeping in the Garden of Gethsemane. നമുക്കറിയാം, നമ്മൾ ഞൊടി നേരത്തിലേക്ക് നിന്ന് തന്നെ ആ അവസ്ഥകൾക്ക് മാറ്റം വരികയും ശിഷ്യന്മാർ അനുഭവിച്ചതുപോലെ തന്നെ കർത്താവുമായി മാളിക മുറിയിൽ വളരെ ആനന്ദത്തോടുകൂടെ കർത്താവിനോടൊപ്പം ആ പെസഹ കഴിക്കുകയും ചെയ്ത അതേ ശിഷ്യന്മാരെ തന്നെ അധികം താമസിക്കാതെ വൈകിക്കാതെ കർത്താവിന്റെ വേദനാജനകമായ അവസ്ഥകളിൽ ആ ഒരു ഉറക്കത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയും. Sleep is often a symbol of security and ease. ഉറക്കം എന്ന് പറയുന്നത് അലസതയുടെയും ശാന്തതയുടെയും സുരക്ഷിതത്വത്തിന്റെയും ഒക്കെ ഒരു തെളിവായിട്ടാണ് നാം ഉറങ്ങിപ്പോകുന്നത്. It may perhaps speak to us of spiritual inactivity. ഒരുപക്ഷെ ആത്മീയമായ ഒരു മടിയുടെ ഒരു അവസ്ഥയിലേക്ക് അത് ചൂണ്ടിക്കാണിക്കുന്നു. Very often it is also associated with carnality in our lives. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ ജഡീകമായ സ്വഭാവത്തോടും അതിന് സാമ്യമുണ്ട്. It is a sure road to temptation. അത് പരീക്ഷയിൽ അകപ്പെട്ടു പോകുവാനുള്ള ഒരു മാർഗമായിട്ട് തന്നെ നമുക്ക് ഉറക്കത്തെ കാണുവാൻ കഴിയും. An alternative that the Lord gives is watch and pray. എന്നാൽ കർത്താവ് അതിന് പകരം നൽകുന്നത് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. Where are you, my brothers and sisters, spiritually today? ആത്മീയമായ എന്റെ സഹോദരന്മാരെ, നാം ഇന്ന് ആത്മീയമായ നമ്മുടെ ഇന്നത്തെ ആത്മീയമായ നിലവാരം എന്താണ്? Are we awake or are we asleep? നാം ഉണർന്നിരിക്കുകയാണോ, നാം ഉറക്കത്തിലാണോ? She says, I sleep, but my heart waketh. നാം പറയുന്നത്, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. It is not a very restful sleep. അത് ഒരു പൂർണ്ണമായ ഒരു ഡീപ്പ് ഉറക്കമല്ല. My heart is still awake. കാരണം താൻ അവിടെ ഉറങ്ങുന്നുവെങ്കിലും തന്റെ ഹൃദയം ഉണർന്നിരിക്കുകയാണ്. It indicates her disturbed state. കാരണം അത് നമുക്കറിയാം പലപ്പോഴും ഉറങ്ങുമ്പോൾ നമ്മുടെ തന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നത് പോലെ ഒന്ന് പദപ്രയോഗം, തന്റെ ഉറക്കം പൂർണ്ണമല്ല. It only speaks about spiritually sleeping, not spiritually dying. നമുക്കറിയാം അത് ആത്മീയമായ ഒരു ഉറക്കമാണ്, ആത്മീയമായ മരണത്തിലേക്കല്ല, ആത്മീയമായ കേവലം ഒരു സ്റ്റേറ്റ് ഓഫ് ഒരു നമ്മുടെ ആത്മീയമായ ജീവിതത്തിലെ ഒരു പ്രത്യേകതരമായ ഒരു സാഹചര്യം, ഉറക്കം, അലസത, ഉദാസീനത, മടിയുടേതായ ഒരു സാഹചര്യം. There is a difference between putting a pig and a lamb in the mud, in the muck. The pig enjoys it, but the lamb is restless. നമുക്കറിയാം പന്നിയെയും ഒരു ആടിനെയും കൂടെ ചെളിയിലേക്ക് നമ്മൾ വാരി ഇട്ടാൽ നമുക്കറിയാം പന്നി അത് ആസ്വദിക്കും. നമുക്കറിയാം ഒരു ആടിന്റെ സ്വഭാവം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് തന്നെ അത് ബിഹേവ് ചെയ്യും. Oh, the lamb wants to get out of that as soon as possible. ആ അസ്വസ്ഥമായി തന്നെയാണ് ആ ആട് വളരെ അസ്വസ്ഥതയോടുകൂടി തന്നെ അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് വളരെ ശ്രമിക്കും. The heart is awake. ഹൃദയം ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യം. In the Garden of Gethsemane, the disciples were sleeping. ഗെത്സമന തോട്ടത്തിൽ ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു. The Lord said, the spirit is willing, but the flesh is weak. കർത്താവ് പറഞ്ഞു, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. What caused the heart of the Shulamite to be awake? എന്തുകൊണ്ടാണ് ശൂലേംകാരത്തിയുടെ ഹൃദയം ഉണർന്നിരിക്കാൻ കാരണം? The voice of my beloved knocking. അവിടെ തന്റെ പ്രിയൻ വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം, ആ സ്വരം തനിക്ക് കേൾക്കാം. It is not the sound of the knocking, it is his voice that wakes her heart. നമുക്കവിടെ വായിക്കുന്നത് വാതിൽക്കൽ മുട്ടുന്നതിന്റെ ശബ്ദമല്ല, വാതിൽക്കൽ മുട്ടുന്ന പ്രിയന്റെ സ്വരം, അതാണ് തന്നെ തന്റെ ഹൃദയത്തെ ഉണർത്തിരുത്തുവാൻ കാരണം. And here is actually you find a genuine test of the backslider. ഇവിടെ ശരിക്കും പിന്മാറ്റത്തിലിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഒരു പരീക്ഷണമായിട്ട് നമുക്ക് ഇത് കാണുവാൻ കഴിയും. Backsliding is not a New Testament word, it is an Old Testament word. നമുക്കറിയാം പിന്മാറി പോവുക എന്നുള്ളത് പുതിയ നിയമത്തിന്റെ ഒരു പദപ്രയോഗമല്ല, പഴയ നിയമത്തിൽ നമ്മൾ പല ആവർത്തി കാണുന്നു. The voice of the beloved is sounded. Once the voice of the beloved is sounded, there will be a genuine response for a genuine believer.
പ്രിയന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ഒരു വിശ്വാസി അതിന് അർഹിക്കുന്ന മറുപടി കൊടുക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. A genuine believer, even though he is backslidden, he is never happy in the world, just like the kid, just like the lamb in the mud. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പിന്മാറ്റത്തിലാണെങ്കിൽ പോലും തന്റെ പ്രിയന്റെ സ്വരം കേൾക്കുമ്പോൾ അസ്വസ്ഥരായിരിക്കും. ലൗകികമായ കാര്യങ്ങൾ പിന്മാറിപ്പോയ സാഹചര്യങ്ങളൊന്നും സന്തുഷ്ടരാകില്ല. ചെളിയിൽ വീണ് കിടക്കുന്ന ആടിനെ പോലെ തന്നെയുള്ള ഒരു അസ്വസ്ഥത അവർക്കും ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. I'll just give a story as an illustration. ഒരു കഥ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. An evangelist was speaking, telling the story about a young believer called David, who was a very active brother for the Lord. കർത്താവിൽ വളരെ ഉത്സാഹമുണ്ടായിരുന്ന ഒരു സഹോദരൻ, ഒരു യുവവിശ്വാസിയായ ദാവീദ് എന്ന വ്യക്തിയുടെ കഥ ഒരു ഉപദേശി താൻ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. He got involved in sports. നമുക്കറിയാം ഈ ദാവീദ് എന്ന് പറയുന്ന യുവ സഹോദരൻ സ്പോർട്സിൽ കായികമായ കാര്യങ്ങളിലൊക്കെ താൻ വളരെ ആവേശകരമായി തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. We may think that what is harm in that? അപ്പോൾ നാം വിചാരിക്കും എന്തുകൊണ്ടാണ് അതിനകത്ത് ഒരു പ്രശ്നം കായികമായ കാര്യങ്ങൾ ഇടപെടുന്നത്. But slowly it took more and more of him, and he got away from the Lord. എന്നാൽ ആ ഒരു കായികമായ കാര്യങ്ങൾ താൻ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അതിന് കൊടുക്കുന്ന സമയം വളരെ വളരെ അധികമാകുകയും കർത്താവിന് കൊടുക്കുന്ന സമയം വളരെ കുറച്ചായി കാണുകയും ചെയ്യുന്നു. He got away from the Lord, he got away from the assembly, and all who saw him said that he is very happy in the world and very busy in the world. ആ സഹോദരൻ കുറച്ചു കഴിഞ്ഞപ്പോൾ സഭയിൽ കൊടുക്കുന്ന സമയം, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന സമയമൊക്കെ വളരെ കുറഞ്ഞ് പിന്നീട് തന്നെ കാണുന്ന എല്ലാവരും പ്രസ്താവിക്കാൻ തുടങ്ങി. അവൻ ഭൗമികമായ കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങൾ അനേകം സമയം കൊടുക്കുന്നു. അവൻ അതിൽ സന്തുഷ്ടയാണ്. He stopped totally coming to all the meetings, and he had actually no contact with the assembly. He had backslidden completely. അതിനുശേഷം ആ ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വഷളാവുകയും താൻ പിന്നെ സഭയിലേക്ക് വരുന്നത് തന്നെ നിർത്തുകയും തുടർമാനമായി തന്നെ താൻ അവിടെ ആ ഒരു പിന്മാറ്റത്തിലേക്ക് പോകാൻ ഇടയാകുകയും ചെയ്തു. One day this preacher literally bumped to him in the streets. They were going in two different directions. ഈ ഉപദേശി പ്രസംഗിക്കുന്നയാൾ ഒരിക്കൽ വഴിയിൽ അവർ താൻ നടന്നു പോകുമ്പോൾ തന്നെ ഈ ഒരു യുവ സഹോദരനെ കാണുകയും മുഖാമുഖമായി കാണുകയും ചെയ്തു. And after talking about some general things, they began to talk about spiritual things. സാധാരണമായുള്ള കാര്യങ്ങൾ അവർ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ആത്മീയമായ കാര്യങ്ങളിലേക്ക് തന്റെ ആ സംഭാഷണം തുടർന്നു. And he said, David, you must think about the old days. താൻ ആ സഹോദരനോട് പറഞ്ഞു, ദാവീദേ, മുന്നമേ ഉണ്ടായിരുന്ന ദിവസങ്ങളെ പറ്റി നീ ആലോചിക്കണം. And when he heard that, he started crying like a baby, and he said, oh, I would love to go back to those days. ആ ഒരു പ്രസ്താവന കേട്ടപ്പോൾ തന്നെ ദാവീദ് കരഞ്ഞ് ആ സഹോദരൻ പറയുകയാണ്, ആ പഴയ ദിവസങ്ങൾ കർത്താവുമായുള്ള ആ ബന്ധത്തിലേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീരൊക്കെ താൻ പൊഴിക്കുന്നതെന്ന് അവിടെ കാണുവാൻ കഴിയും. In the language of Song of Songs, he must have said like this, I sleep, but my heart awakes, the voice of my beloved knocking. ഉത്തമഗീതത്തിന്റെ ഭാഷ അനുസരിച്ച് താൻ പറഞ്ഞു കാണും, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. Because the voice of my beloved is knocking. കാരണം എന്റെ വാതിൽക്കൽ മുട്ടുന്ന പ്രിയന്റെ സ്വരം ഞാൻ കേൾക്കുന്നു. You see, if a person is genuinely converted, the voice of the beloved will surely wake him up. യഥാർത്ഥ രീതിയിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് പ്രിയന്റെ സ്വരം കേൾക്കുമ്പോൾ അതിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. If it has no response whatsoever, it actually means that you are not genuinely converted. അതിൽ ഒരു മറുപടി, അതിൽ ഒരു റെസ്പോൺസും ഒരു യാതൊരു തരത്തിലുമുള്ള ഒരു റെസ്പോൺസ് ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം ശരിയായ രീതിയിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, മാനസാന്തരപ്പെട്ടില്ല, പ്രിയന്റെ സ്വരം തിരിച്ചറിയുവാൻ കഴിയുന്നു. When the voice of the beloved, maybe through the word of God, maybe through the people of God, when it
touches the heart of backslidden people, it will actually wake them up again, because the voice of the beloved is knocking. ദൈവവചനത്തിലൂടെ ദൈവ പ്രസംഗങ്ങളിലൂടെ സഭയിലൂടെ ഏതെങ്കിലും ഒരു തരത്തിൽ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ശരിയായ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുകയും ആ പിന്മാറ്റത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു വരികയും ചെയ്യും. And the voice of the beloved is saying, "Open to me." അവിടെ താൻ പറയുന്ന പദപ്രയോഗം എനിക്ക് വേണ്ടി തുറന്നു തരുവിൻ. In chapter 2 and verse 8, we had seen the voice of my beloved just before this. രണ്ടാം അധ്യായത്തിന്റെ 8ാം വാക്യത്തിലും ഇതേ ഒരു പ്രിയന്റെ സ്വരം അവിടെയും നമുക്ക് കാണുവാൻ കഴിയും. But there, the voice of the beloved was calling her to go with him where he is. എന്നാൽ അവിടെ രണ്ടാം അധ്യായത്തിന്റെ 8ാം വാക്യത്തിൽ പ്രിയൻ എവിടെയോ മണവാട്ടി അങ്ങോട്ട് കടന്നു വരണം എന്നുള്ളൊരു ആഹ്വാനമാണ് അവിടെ കണ്ടത്. We saw, "Rise, come away, my love, my fair one, come with me. The winter is past, the rain is gone, the spring is here. Come with me." അവിടെ വായിക്കുന്നത് ശീതകാലം കഴിഞ്ഞു, മഴയും മഞ്ഞും ഒക്കെ മാറി, നീ എന്റെ കൂടെ കടന്നു വരുവീൻ, ഭൂമിയിലെ ആ പുഷ്ടികളൊക്കെ ആസ്വദിക്കാൻ നീ എന്റെ ഒപ്പം കടന്നു വരുവീൻ എന്നുള്ള ആഹ്വാനം. So there the voice of the beloved called her to go with him. അവിടെ മണവാളന്റെ ശബ്ദം മണവാട്ടിയെ തന്നോടൊപ്പം കൊണ്ടുപോകാനുള്ള ആഹ്വാനത്തിന് വേണ്ടി അവിടെ പുറപ്പെടുവിച്ചു. So that she may be where he is. കാരണം താൻ എവിടെയോ അവിടെ മണവാട്ടിയും ആയിരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ. Here the voice of the beloved is saying, "Open to me that I may be where you are." എന്നാൽ ഇവിടെ നേരെ മറിച്ച് മണവാളൻ പറയുകയാണ്, നിന്റെ വാതിൽക്കൽ തുറപ്പീൻ, എന്റെ പ്രിയ, എന്റെ പ്രാവേ, നീ എവിടെയാണോ അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നു. He wants to get her attention again. അവളുടെ ആ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വീണ്ടും താൻ ആഗ്രഹിക്കുന്നു. Oh, our beloved would not let his bride be in a state of spiritual sleep. He will knock and knock and knock. നമ്മുടെ പ്രിയനോ മണവാട്ടിയുടെ ഉറക്കത്തിന്റെ അവസ്ഥയിൽ തുടരുവാൻ അനുവദിക്കില്ല. അവൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ടേയിരിക്കും. And then the most beautiful verse, he gives a 5-fold appeal. 5 reasons why she should open to him. എന്നാൽ അതിനുശേഷം വളരെ മനോഹരമായ കാര്യം, 5 തവണ 5 കാരണങ്ങൾ തന്റെ അഭ്യർത്ഥനയിൽ താൻ പ്രസ്താവിക്കുന്നുണ്ട്. And this indeed is such a joy and a refreshment to our hearts. നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ആനന്ദവും സന്തോഷവും വളരെയധികമാണ്. He says like this, "Open to me, my sister." പറയാണ്, വാതിൽക്കൽ എന്റെ സഹോദരി തുറക്കുക. He says, "Open to me because you are my sister." ആ വാതിൽ തുറന്നു തരേണ്ട ഒന്നാമത്തെ കാരണം, നീ എന്റെ സഹോദരിയാണ്. It did not mean literally, of course. അതൊരു ആലങ്കാരിക പദമാണ്. In the Oriental setting, they use this to express a purity of relationship. പുരാതനമായ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അവരുടെ തമ്മിലുള്ള ബന്ധത്തിന്റെ നിർമ്മലത കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. And I think even today we often use it in the social setting when we call somebody sister. ഇവിടെ ഒരു സാമൂഹികമായ സ്വഭാവത്തിലും ഒക്കെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നാം ഈ സഹോദരി എന്ന് പറഞ്ഞ പദപ്രയോഗം ഉപയോഗിക്കാറുണ്ട്. In the epistle to the Timothy, Paul exhorts them to treat the younger women as sisters with all purity. അവിടെ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുന്ന പൗലോസ് പറയുന്നത്, പുരുഷന്മാർ നിങ്ങളുടെ ഇളയ സഹോദരിമാരെ എല്ലാ വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ തന്നെ കണക്കാക്കണം. So basically he's saying, "Open to me because our relationship is pure. Open to me." താൻ അവിടെ പറയുന്നത് മണവാളൻ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം, നീ എന്റെ സഹോദരി തുറക്കുക എന്ന് വെച്ചാൽ ആ ബന്ധത്തിന്റെ നിർമ്മലതയിൽ ആഹ്വാനം ചെയ്താണ് താൻ മണവാട്ടിയുടെ അഭ്യർത്ഥന ചെയ്യുന്നത്. And then he says, "Open to me, not just my sister, but my love." അതിനുശേഷം താൻ പറയുന്നത്, എന്റെ പ്രിയേ. Oh, my love means she is the object of his affection. അവിടെ എന്റെ പ്രിയെ എന്ന് പറയുമ്പോൾ തന്റെ വികാരം, തന്റെ സ്നേഹം താൻ എന്തിൽ കേന്ദ്രീകരിച്ചു എന്നുള്ളതിന്റെ ആഹ്വാനമാണ്. Affection is a big part of this whole Song of Songs. ഈ ഒരു ഉത്തമഗീതത്തിൽ മുഴുവനും ആ വാത്സല്യം നിറഞ്ഞ സ്നേഹം എത്രയോ അധികം കാണുവാൻ കഴിയും. Oh, but as far as our beloved is concerned, Calvary is the proof of this. എന്നാൽ നമ്മളെ സംബന്ധിച്ച് കാൽവരിയുടെ കൊലമരമാണ് ആ വാത്സല്യമായ സ്നേഹത്തിന്റെ തെളിവ്. If ever we have a doubt of the genuineness of his love for us, just go to Mount Calvary. കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആത്മാർത്ഥത അളക്കണമെങ്കിൽ കാൽവരിയുടെ കൊലമരത്തിന് അടുക്കൽ ചെന്നാൽ മതി.
He says, "Open to me, because you are my love, because you are the object of my affection." എന്റെ സഹോദരി, എന്റെ പ്രിയെ തുറക്കുക, കാരണം എന്റെ സ്നേഹത്തിന്റെ കേന്ദ്രം, എന്റെ ആ വാത്സല്യം ഞാൻ നിന്നിൽ കണ്ടിരിക്കുന്നു, നിന്നിൽ നിറച്ചിരിക്കുന്നു. My love. എന്റെ പ്രിയെ. Next, he calls her my dove. അടുത്തതായിട്ട് താൻ തന്നെ വിളിച്ചിരിക്കുന്നത് എന്റെ പ്രാവേ. He is not just the object of my affection. I am not just the object of his affection, but I am the sole object of his affection. അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, എന്നെ മാത്രം അവൻ അത്രയധികമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. Oh, the beloved only loves his bride. മണവാളൻ മണവാട്ടിയെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. He is only having that sense of affection toward her. മണവാട്ടിയോട് മാത്രമേ അങ്ങനെയുള്ള ഒരു വാത്സല്യം തനിക്കുണ്ടാകുന്നുള്ളൂ. I'm already skipping that because we already saw what the characteristics of the dove are. പ്രാവിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ നേരത്തെ ഇടയായതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിൽ കടന്നു പോകുന്നു. It is a clean bird. It is an innocent and tender bird. അത് നിർമ്മലമായ ശാന്തത നിറഞ്ഞ ഒരു പക്ഷിയാണ്. But the greatest characteristic of a dove is its loyalty towards its mate. എന്നാൽ ഒരു പ്രാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഇണയോട് അത് ജീവിതകാലം മുഴുവനും വിശ്വസ്തതയായി ഇരിക്കും. It will have only one mate, and it will even shed tears when the mate dies, or sometimes in some instances the mate also dies of a broken heart. ജീവിതകാലം മുഴുവനും ഒരു പ്രാവിന് ഒരൊറ്റ ഇണയെ അതിന് കാണുകയുള്ളൂ. ഇണ മരിച്ചു കഴിയുമ്പോൾ പ്രാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരും വരും. ഒരുപക്ഷെ ഹൃദയത്തിന്റെ ആ വേദന കാരണം ആ പ്രാവും തന്റെ കൂട്ടാളി മരിക്കുമ്പോൾ ആ പ്രാവും മരിച്ചു പോകും. It depicts singleness of affection. അത് ആ ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ആ വാത്സല്യം, ആ സ്നേഹമാണ് ഇവിടെ പ്രാവ് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. Each one having no one but the other. ഇവിടെ ഒരാൾക്ക് വേറെ ആരുമില്ല, പക്ഷെ അന്യോന്യം മാത്രം. And each one is unable to live without the other. ഒരാൾക്ക് മറ്റൊരാളില്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ. He is saying, "Open to me, because you are my dove. You are the sole object of my affection." എനിക്ക് തുറന്നു തരുവിൻ, നീ എന്റെ പ്രാവാണ്, നീയാണ് എന്റെ വാത്സല്യത്തിന്റെ കേന്ദ്രം. If only we could see it like that, my beloved. Christ is our all in all. അങ്ങനെ കാണുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ക്രിസ്തു എല്ലാത്തിലും എല്ലാം നമുക്കായി. All that we have is in him and in him alone. നമുക്കുള്ളതെല്ലാം അവനോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം. And then not only does he say, "My sister, my love, my dove," but then he calls her my undefiled. താൻ അവിടെ എന്റെ പ്രിയ, എന്റെ സഹോദരി, എന്റെ പ്രാവേ എന്നല്ല, എന്റെ നിഷ്കളങ്കേ എന്നും കൂടെ താൻ വിളിക്കുന്നു. We saw a week before last how the beloved tells her that I find no spot in you. 2 ആഴ്ചകൾക്ക് മുമ്പ് നാം ചിന്തിക്കുകയുണ്ടായി, മണവാളൻ മണവാട്ടിയിൽ യാതൊരു ഊനവും കാണുന്നില്ല എന്ന് ചിന്തിക്കുവാനിടയായി. Oh, I find no blemish or no spot in you. ഒരു ഊനവും ഒരു കളങ്കവും നിന്നിൽ ഞാൻ കാണുന്നില്ല. And this is the great truth that Paul tries to explain in Romans, the great truth of justification. ഇവിടെയാണ് പൗലോസ് റോമാലേഖനത്തിൽ വാദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സത്യം പറഞ്ഞിരിക്കുന്നത്, നീതീകരണത്തിന്റെ സത്യം. We have been placed before God in an absolutely undefiled state. ദൈവസന്നിധിയിൽ ദൈവത്തിന് മുമ്പാകെ കളങ്കമില്ലാതെ നിഷ്കളങ്കരായി തന്നെ നമ്മെ ദൈവം നിർത്തിയിരിക്കുന്നു. Oh, that is more important than let me say forgiveness and atonement. നമുക്ക് ലഭിച്ച ക്ഷമയെക്കാളും യാഗമരണത്തെക്കാളും എത്രയോ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉപദേശ സത്യമാണത്. Don't misunderstand me when I say that justification is even more than forgiveness. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നീതീകരണമാണ് നമുക്ക് ലഭിച്ച ക്ഷമയേക്കാൾ, പാപക്ഷമയേക്കാൾ വലുത് എന്ന്. When I say that I am forgiven, even that word forgiven gives me an acknowledgement that there has been some crime. എനിക്ക് ക്ഷമ ലഭിച്ചു, പാപക്ഷമ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കുറ്റത്തിനാണ് അത് ലഭിച്ചതെന്ന് നമുക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകും. But when I say I am justified, I stand before him with not one sin to my charge. എന്നാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം എന്നോട് പറയുമ്പോൾ ഒരു പാപവും ഒരു ഊനവും എന്നോട് കണക്കാക്കാതെ ഞാൻ പൂർണ്ണൻ, നിഷ്കളങ്കൻ
I stand before നീതിമാൻ. him. I stand before him undefiled. അവന്റെ സന്നിധിയിൽ ഞാൻ ഒരു മലീനവും മാലിന്യവും അകപ്പെടാതെ തന്നെ നീതിയായി ദൈവസന്നിധിയിൽ നിൽക്കും. There was a brother, there used to be a brother who was working in the Navy. നേവിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. And he gave an example of justification. അവിടെ നീതീകരണത്തെ പറ്റി താൻ ഒരു ഉദാഹരണം കൊടുത്തിരുന്നു. There was a character on the ship, a bad character with a bad record. അവിടെ ആ കപ്പലിൽ താൻ ഉണ്ടായിരുന്ന കപ്പലിൽ ഊനം നിറഞ്ഞ അല്ലെങ്കിൽ ഊനം നിറഞ്ഞ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. And he had a very bad record, very bad history. തന്റെ ആ ചരിത്രമൊക്കെ വളരെ മോശമായ കാര്യങ്ങളായിരുന്നു. And in the ship, every man had a conduct card. അവിടെ കപ്പലിൽ എല്ലാവർക്കും അവരുടെ ആ നല്ല നടപ്പിനായി ഒരു കാർഡ് ഉണ്ടായിരുന്നു, ഒരു റിപ്പോർട്ട് കാർഡ് ഉണ്ടായിരുന്നു. And whatever good or bad you did, especially whatever bad you did, it always went on record in the conduct card. അവിടെ ആ നല്ല നടപ്പിന്റെ ആ റിപ്പോർട്ട് കാർഡിൽ നിങ്ങൾ നന്മയോ ചീത്തയോ എന്ത് മോശമായ സ്വഭാവം എന്താ ആണെങ്കിൽ പോലും അത് കാർഡിൽ വരും. പ്രത്യേകിച്ച് മോശമായി ദൗർഭാഗ്യകരമായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും ആ റിപ്പോർട്ട് കാർഡിൽ, ആ ഒരു നല്ല നടപ്പിന്റെ കാർഡിൽ അത് രേഖപ്പെടുത്തിയിടും. One day, the officer of that ship, he was just washed overboard, and while all the others watched helplessly, this man with the bad character, he grabbed the officer and held on to him. അവിടെ ഒരിക്കൽ ആ കപ്പലിന്റെ ഓഫീസർ ദുർഘടകരമായ ഒരു സാഹചര്യത്തിൽ വീഴുകയും അദ്ദേഹം കപ്പലിൽ നിന്ന് താൻ കടലിലേക്ക് പോവുകയും ആർക്കും സഹായിക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ എല്ലാവരും നോക്കി നിൽക്കവേ ഈ മോശം റെക്കോർഡുള്ള ഈ ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായിരുന്ന ഈ ഒരു ഓഫീസർ ചാടി ഈ ഓഫീസറിനെ രക്ഷിക്കുന്നതായിട്ട് കാണുവാനിടയായി. And he held on to him till the others could come, get a rope and something and pull him back. താൻ ആ കപ്പലിൽ നിന്ന് കടലിലോട്ട് വീണു കഴിഞ്ഞപ്പോൾ ആ ഓഫീസറിനെ കയറി പിടിക്കുവാൻ ഇദ്ദേഹം പിടിച്ച് നിൽക്കുകയും മറ്റുള്ളവർ തന്നെ സഹായിക്കുന്നതിന് വരെ താൻ ആ ഓഫീസറിനെ ഇങ്ങനെ വളരെ ശക്തമായി മുറുകെ പിടിച്ചുകൊണ്ടു. The officer was saved, and after some time, the captain of the ship called him to the ship, to his cabin, and he said like this. ആ ഓഫീസറിനെ ആ ദുർഘടകരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുകയും ആ കപ്പലിന്റെ കപ്പിത്താൻ ഈ മോശം സ്വഭാവം ഉണ്ടായിരുന്ന ഈ വ്യക്തിയെ തന്റെ ഓഫീസിലേക്ക് വിളിക്കുകയും ചെയ്തു. He said, "We have been wondering what we can do to reward you for this bravery." ഈ ഒരു ധൈര്യത്തോടു കൂടിയുള്ള നിന്റെ ആ പ്രവർത്തനത്തിന് എന്ത് ദാനം, എന്ത് റിവാർഡ് തരണമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I'm going to do something that is quite unethical, and I will even get in trouble for doing it. അതുകൊണ്ട് ശരിയായ രീതിയിലല്ലാത്ത ഒരു നിന്റെ ധീരതയ്ക്ക് ശരിയായ രീതിയിൽ എത്തിക്കലായിട്ടുള്ള ഒരു രീതിയിലല്ലാത്ത ഒരു റിവാർഡ് നിനക്ക് തരാൻ, ഒരു പ്രതിഫലം നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I may even get into trouble for doing this. ഇങ്ങനെയുള്ള ഒരു പ്രതിഫലം നിനക്ക് തന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് തന്നെ എന്റെ ജോലിയിൽ പ്രശ്നം ഉണ്ടാകാം. He said, "I have here your conduct card, and it is not a pleasant read." ഞാൻ ഇവിടെ നിന്റെ ഈ നല്ല നടപ്പിന്റെ കാർഡ്, ഈ റിപ്പോർട്ട് കാർഡ് എന്റെ കയ്യിലുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസുകളാണ് ഇതിനകത്ത് നമുക്ക് കാണുന്നത്. And then he took a cigarette lighter and put the conduct card on fire and until it was fully burnt into ashes. എന്നാൽ ആ മോശമായ റിപ്പോർട്ട് കാർഡ് താൻ എടുത്ത് ഈ ഓഫീസറിൻ കാണുക താൻ അത് കത്തിച്ചു കളയുവാനിടയായി. Where was his past? അവന്റെ പൂർവ്വകാലം എവിടെ? No past. Totally wiped clean. അവന്റെ പൂർവ്വകാലമേ. This is exactly what happened to us. We stand as just person. There is not even one sin in our charge. ഇങ്ങനെയാണ് നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. നമ്മുടെ കണക്കിൽ, നമ്മുടെ പുസ്തകത്തിൽ ഒരു പാപവും ദൈവം കണക്കാക്കുന്നില്ല എന്നുള്ളതിന്റെ സത്യം. Not because of anything brave that we have done, but because of everything that he has done. നാം ചെയ്തതിന്റെ ഫലമല്ല, അവൻ ചെയ്തതിന്റെ, അവന്റെ പുത്രന്റെ ഫലം കൊണ്ടാണ് നമ്മെ അവൻ പ്രിയനായിട്ട്. And he looks at me today and he says, "My undefiled." അവൻ എന്നെ നോക്കി ഊനമില്ലാത്തവനെ, നിഷ്കളങ്കേ എന്ന് അവൻ എന്നെ അഭിസംബോധന ചെയ്തു. He's saying, "Oh, you who are sleeping, my undefiled, open to me." ഓ ഉറങ്ങുന്ന എന്റെ പ്രിയേ, എന്റെ സഹോദരി, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കയെ തുറക്കുക.
And then he gives the most pressing reason of all. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താനോട് പറയുകയാണ്. He says very tenderly, my head is filled with dew, my locks with the drops of the night. I am outside. വളരെ മൃദുസ്വരത്തിൽ മിതമായി തന്നെ അവിടെ പ്രാണപ്രിയൻ പറയുന്ന അവസാനത്തെ കാരണം എന്തുകൊണ്ട് നീ വാതിൽ തുറക്കണം. അവസാനത്തെ കാരണം താൻ പറയുന്നത്, എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു, ഞാനിതാ വാതിൽക്കൽ. Open to me because you are my sister. തുറക്കണം, നീ വാതിൽ തുറക്കണം, കാരണം നീ എന്റെ സഹോദരിയാണ്. Open to me because you are the object of my affection. നീ വാതിൽ തുറക്കണം, കാരണം എന്റെ സ്നേഹം ഞാൻ നിന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. Open to me because you are my dove. You are the sole object of my affection. നീ എന്റെ പ്രാവേ, നീ വാതിൽ തുറക്കണം, കാരണം നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കുകയും വാത്സല്യം കാണിക്കുകയും ചെയ്യുന്നു. Open to me because you are my undefiled one. നീ നിഷ്കളങ്ക ഊനമില്ലാത്തവളായതുകൊണ്ട് നീ ആ വാതിൽ തുറക്കണം. Open to me because I am outside. അവസാനത്തെ കാരണം എന്താണ് പറയുന്നത്? നീ തുറക്കണം, കാരണം ഇതാ ഞാൻ പുറത്തു നിൽക്കുന്നു. He is outside in the coldness of the night. രാത്രിയുടെ ശീതമായ അവസ്ഥയിൽ താൻ അവിടെ നിൽക്കുന്നു. There is no place for me out here, he says. ഇവിടെ രാത്രിയുടെ യാമങ്ങളിൽ വാതിലിന്റെ പുറത്ത് അവനൊരു സ്ഥാനവുമില്ല. Please open to me, my beloved. അവിടെ എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തരിക. How often the position of the bridegroom is that of a knocking person outside. എത്രയോ ആവർത്തി മണവാളന്റെ സ്ഥാനം വാതിൽ മുട്ടുന്ന ഒരു വ്യക്തിക്ക് തുല്യമായി നിൽക്കുന്നു. The world outside is a cruel, it's a callous, cold place. പുറത്തുള്ള ലോകം തണുപ്പും കട്ടിയുമായ ഒരു ലോകമാണ്. And the Lord has very often been there, but we his people ought to be opening the door and making room for him. കർത്താവ് അനേക രാത്രിയുടെ യാമങ്ങളിൽ അങ്ങനെയുള്ള ലോകകരമായ സാഹചര്യങ്ങൾ താൻ സഹിക്കുകയും താൻ അവിടെ വസിക്കുകയും ചെയ്യുന്നതാണ്. അവന് വേണ്ടി വാതിൽ തുറക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. Oh, when our beloved was on this earth, he was closed out all the time. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ പുറത്തായിരുന്നു അവൻ തന്റെ സമയങ്ങൾ മുഴുവൻ ചെലവഴിച്ചത്. The first door that was closed to him was when he was born in Bethlehem. They said there was no room for him in the inn and the door was shut. ബത്ലഹേമിൽ ഒരു ശിശുവായി ജനിച്ചപ്പോൾ അവന് ജനിക്കുവാൻ ഒരു സ്ഥലമില്ലായിരുന്നു. He was born in a manger outside. What a sad beginning. അവിടെ ഒരു പശുത്തൊട്ടിയിലാണ് അവൻ ജനിച്ചത്. പുറത്ത് ഒരു വാതിലും അവന് വേണ്ടി തുറക്കപ്പെട്ടില്ല. Then he lived in Nazareth for about 30 years. And when he first started his ministry, he came to the synagogue and read Isaiah 61. 30 വർഷത്തെ നസ്രത്തിൽ ജീവിച്ചതിന് ശേഷം ശുശ്രൂഷ ആരംഭിച്ച് താൻ ആ സിനഗോഗിൽ ദേവാലയത്തിലേക്ക് കടന്നു വന്ന യെശയ്യാവ് 61 അധ്യായം വായിച്ചതിന് ശേഷം they listened to him for a little while, but then they planned of throwing him down from the edge of the hill of Nazareth. കുറച്ചു നേരം താൻ അത് വായിച്ചു. എന്നാൽ നസ്രയത്തിന്റെ കുന്നിൽ നിന്ന് തന്നെ തള്ളിയിടുവാനായി അവർ തയ്യാറായി. Oh, they rejected him as Nazareth. He was outside. അവൻ നസ്രയത്തുകാരനായതുകൊണ്ട് ഒരു നന്മയും വരില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയാൻ അവർ തയ്യാറായിരുന്നു. Then he moved to Capernaum, where he did lot of mighty works. അവൻ കപ്പർനൗമിലേക്ക് തന്റെ താമസം മാറ്റി. അവിടെ എത്രയോ ശുശ്രൂഷകൾ, മഹത്തായ കാര്യങ്ങൾ കർത്താവ് അവിടെ ചെയ്തു. But after some time even they rejected him. He said, woe unto you, Capernaum, exalted unto heaven, but you shall be cast down to hell, because you did not know the day of your visitation. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവനെ കപ്പർനൗമിൽ നിന്ന് പുറത്താക്കി. കർത്താവ് പറയുന്ന ന്യായവിധി എവിടെയാണ്? അയ്യോ കപ്പർനൗമേ, ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ പുറത്താക്കി, കാരണം നിന്റെ സന്ദർശന കാലത്ത് നിനക്ക് തിരിച്ചറിയുവാൻ കഴിയില്ല. Then he came to the big city, to Jerusalem, and there they rejected him also. അവിടെ മഹത്തായ വലിയ പട്ടണമായ യെരൂശലേമിലേക്ക് വന്നു. അവിടെയും അവനെ തള്ളിക്കളഞ്ഞു. They had their temple, they had their priests, they had their religion, they had their synagogues, but there was no room for him there. അവിടെ ദേവാലയം ഉണ്ടായിരുന്നു, അവരുടെ മതം ഉണ്ടായിരുന്നു, അവിടെ പുരോഹിതന്മാരും ഉണ്ടായിരുന്നു, എന്നാൽ അവൻ അവിടെ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നു. When he suffered, it was outside the gate. അവൻ സഹിച്ചപ്പോൾ അവൻ പട്ടണത്തിന്റെ പുറത്താണ് അവൻ. John chapter 7 ends like this. They all went to their own houses. Jesus went to the Mount of Olives. നാം യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നു, എല്ലാവരും അവനവന്റെ ഭവനങ്ങളിലേക്ക് പോയി. കർത്താവ് ഒലിവുമലയിലേക്ക് കടന്നു. Foxes have holes, the birds of the air have nests, but the Son of Man has nowhere to lay his head. നമുക്കറിയാം, മനുഷ്യപുത്രന് തലയായിപ്പാൻ ഇടമില്ല.
Bethlehem, Nazareth, Capernaum, Jerusalem, he was all outside. ബെത്ലഹേമിൽ, നസറേത്തിൽ, കഫർനഹൂമിൽ, യെരൂശലേമിൽ എല്ലാം അവന്റെ സ്ഥാനം പുറത്തായിരുന്നു. Even after he was dead, there was no room to bury him. He was buried in a borrowed tomb. അവനെ മരിച്ചതിന് ശേഷം അടക്കുവാൻ അവനൊരു സ്ഥലമില്ലായിരുന്നു. വേറൊരാളുടെ സ്ഥലത്താണ് അവനെ അടക്കം ചെയ്തത്. The only place that this world gave him to lay his head was an old rugged cross. അവന് തലയായിപ്പാൻ ലോകം കൊടുത്ത സ്ഥാനം ആ കാൽവറിയുടെ ക്രൂശ് മാത്രമായി. Even today, the world has not changed at all. He is still outside, rejected. ഇന്നും ലോകം കർത്താവിനുള്ള മനോഭാവം അവർ മാറ്റിയിട്ടില്ല. അവൻ ഇന്നും വെളിയിൽ നിൽക്കുന്നു. There is no room in the world for him today. He has been kicked out of the schools, out of the colleges, out of humanities and everything. അവൻ ഇന്നും ലോകത്തെ ഒരു സ്ഥാനവുമില്ല. സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് അവനെ പുറത്താക്കിയിരിക്കുന്നു. Couple of weeks back in the USA Democratic Convention for the election, the word under God was removed from the Pledge of Allegiance, they say. ഈ കഴിഞ്ഞ യുഎസിന്റെ ഇലക്ഷൻ സമയത്ത് ഈ രാജ്യം ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലാണെന്നുള്ള പദപ്രയോഗം അവരുടെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അലീജിയൻസിൽ നിന്ന് അവർ എടുത്തു മാറ്റി. He says, my head is filled with dew, my locks with the drops of the night. ഞാൻ പറയുന്നത്, എന്റെ ശിരസ് മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു, കുരുനിരികൾ രാത്രിയിൽ പെയ്യും തുള്ളി കൊണ്ട്. And when he is outside, his appeal is to you and to me. Please open to me, my sister, my love, my dove, my undefiled. അവൻ പുറത്തു നിൽക്കുമ്പോൾ നമ്മളോടാണ് അഭ്യർത്ഥിക്കുന്നത്, എന്റെ സഹോദരി, എന്റെ പ്രിയ, എന്റെ പ്രാവേ, വാതിൽ തുറക്കുക. And the only place that he is welcome is among his people and individually in my life and in your life. അവനെ സ്വാഗതം ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം ദൈവജനത്തിന്റെ മധ്യത്തിലും അവന്റെ ആളുകളുടെ ഹൃദയത്തിന്റെ വാതിൽക്കലും മാത്രമാണ്. And this is his appeal to Laodicea in Revelation 3 and verse 20. Behold, I stand at the door and knock. If anyone hears my voice and opens the door, I will come in and sup with him. ലവോദിക്യ സഭയോടുള്ള പ്രിയന്റെ ആഹ്വാനം എങ്ങനെയാണ്? ഞാൻ വാതിൽക്കൽ നിൽക്കുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടൊപ്പം ഇരുന്ന് അവനോടൊപ്പം ഞാൻ അത്താഴം കഴിക്കും എന്നുള്ള ആ ഒരു ആഹ്വാനം, ആ ഒരു അഭ്യർത്ഥന എന്നോട് പറയുന്നു. The Lord is asking for admission. അവിടെ ഒരു പ്രവേശനം, ആ വാതിൽക്കൽ നിന്ന് കർത്താവ് അകത്തോട്ട് പ്രവേശിപ്പാൻ ഒരു അഭ്യർത്ഥന താൻ പറയുകയാണ്. It is so sad that he should be outside a closed door, that he should need to knock to enter. അടച്ചിരിക്കുന്ന ഒരു വാതിലിന് പുറത്ത് പ്രവേശിപ്പാനായി വാതിൽ മുട്ടേണ്ട ഒരവസ്ഥ എത്രയോ ദൈനികമായ അവസ്ഥ. It is sad that he is outside a sinner's heart, but it is even sadder that he is outside the door of the heart of whom he calls his own. അവിടെ ഒരു പാപിയുടെ ഹൃദയത്തിന്റെ പുറത്ത് അവൻ ആക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ എത്രയോ ദൈനികമായ അവസ്ഥയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ വെളിയിൽ അവൻ നിൽക്കുന്നു. Please don't wait too long, because the bride here waited too long. She had a lot of excuses, but when she decided to open, the beloved had withdrawn. അധികം താമസിക്കരുത്, കാരണം ഇവിടെ മണവാട്ടി വാതിൽ തുറക്കുവാൻ താമസിച്ചപ്പോഴത്തേക്ക് മണവാളനെ കാണാതെ. Oh, don't wait too long, my dear beloved, to open for him. ഓ പ്രിയരെ, അവന് വേണ്ടി വാതിൽ തുറക്കുവാൻ താമസിക്കരുത്. If ever we learn anything from these classes, it should be this principle that we learn again and again, that it is easier to lose him, but much more difficult to find him. ഓ ഈ ക്ലാസ്സിൽ നാം പഠിക്കേണ്ട ഒരു പാഠം, അവനെ നഷ്ടപ്പെടുത്തി കളയുവാൻ എളുപ്പവും അവനെ കണ്ടെത്തുവാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. In the early chapters of Luke, we saw that after one day, they saw that Jesus was missing in their company, and it took them 3 days to find him. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം ആരംഭിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞത് അവന്റെ സാന്നിധ്യമില്ല. What they lost in one day, it took 3 days to recover. ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത്, ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടത്, ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത് 3 ദിവസം കൊണ്ടാണ് അവർക്ക് പുനഃസ്ഥാപിക്കാൻ. Oh, please make room for him, my dear beloved. അവന് വേണ്ടി വാതിൽ തുറക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. If you have not known him, O sinner, please make room for him. He is pleading to you with you. Open
open the door of your heart. പാപികളായ ആളുകളെ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവാൻ, അവന് വേണ്ടി ഹൃദയം വാതിൽ തുറന്നിട്ടില്ല എങ്കിൽ തുറക്കുവാൻ അവൻ ആഗ്രഹിക്കുകയും അവൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. But even more than that, O saint of God, he is pleading with you, open the doors of your heart for him. ദൈവഭക്തിയായ ആളുകളെ, സഹോദരന്മാരുടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. If we don't make room for him in our hearts, then I'm afraid there is no other place for him to go. നമ്മുടെ ഹൃദയത്തിൽ അവന് വേണ്ടി സ്ഥാനം കൊടുക്കുവാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ അവന് പോകുവാൻ വേറെ ഒരു ഇടമില്ല. One day we came to him with all the burden of our sin. We came to the cross, and we discovered that there was room at the cross for us. ഒരിക്കൽ നാം നമ്മുടെ പാപത്തിന്റെ ഭാരവുമായി അവന്റെ അടുക്കൽ ക്രൂശിലേക്ക് നാം കടന്നു വന്നു. And we discovered that there was room at the cross for us. അവിടെ ആ ക്രൂശിൽ നമുക്ക് ദൈവം ഒരു സ്ഥാനം കണ്ടിരുന്നു. Even today, he is making a place for us in heaven. ഇന്നും നമുക്ക് വേണ്ടി ഒരു സ്ഥാനം, ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കുവാനായി അവൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. Even after he has done all these things, when he comes for fellowship with me, will the door be found open, or will he find it closed and locked from inside? ഇതെല്ലാം ചെയ്ത കർത്താവ് നമ്മോടൊപ്പം കൂട്ടായും ആ ബന്ധം ആസ്വദിക്കാനായി ആവശ്യപ്പെട്ട് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വാതിൽ തുറന്നു കിടക്കുവാൻ നമുക്ക് തയ്യാറാകുന്നു. All he asks for you is, open to me, my sister, my love, my dove, my undefiled, because I am outside. എന്റെ പ്രിയേ, എന്റെ സഹോദരി, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കി, ഞാൻ ഇതാ പുറത്തു നിൽക്കുന്നു, വാതിൽ തുറക്കൂ. I just want to conclude by reading an old hymn. It's a gospel hymn, but it is applicable to sinner and saint alike. ഒരു പഴയ ഒരു ഹിം, അത് മുഴുവൻ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാപിക്കും വിശ്വാസികൾക്കും അത് ഉതകുന്നതായ ഒരു പദപ്രയോഗം. It reads like this: Have you any room for Jesus, he who bore the load of sin? നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ഒരു വാതിൽ, നിങ്ങളുടെ പാപം ചുമന്ന കർത്താവിന് വേണ്ടി ഒരു വാതിൽ നിങ്ങൾക്കുണ്ടാകുന്നു. As he knocks and asks admission, sinner or saint, will you let him in? അവൻ വാതിൽ മുട്ടി അവൻ പ്രവേശനം അഭ്യർത്ഥിക്കുമ്പോൾ പാപിയെ നീ അവനു വേണ്ടി വാതിൽ തുറക്കുന്നു. Room for Jesus, King of glory, hasten now his word obey. കർത്താവിന് വേണ്ടി വാതിൽ തുറക്കുവാനും മഹത്വത്തിന്റെ രാജാവിന് വാതിൽ തുറക്കുവാനും അവന്റെ വാചകം അവന്റെ സ്വരം കേട്ട് അനുസരിപ്പാനും നിങ്ങൾ തയ്യാറാകുക. Swing the heart's door widely open, bid him enter while you may. ഹൃദയത്തിന്റെ വാതിൽ വിശാലമായി തുറക്കുക, അവൻ നമ്മോട് അഭ്യർത്ഥിക്കുമ്പോൾ അവൻ അകത്തോട്ട് പ്രവേശിക്കട്ടെ. And then he says like this: room for pleasure, room for business, but for Christ the crucified, not a place that he can enter in the heart for which he died. ആനന്ദത്തിനും ആസ്വാദനത്തിനും ബിസിനസിനും വേണ്ടിയുള്ള നമ്മുടെ ഹൃദയം നാം തുറക്കുമ്പോൾ അവിടെയാണോ കർത്താവ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്ഥാനം? അവിടെ അവൻ പ്രവേശിക്കില്ല. കാരണം ആ ഹൃദയത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായെങ്കിൽ ആ ഒരു സ്ഥാനം അവൻ എടുക്കില്ല. Have you any room for Jesus, as in grace he calls again? Oh, today is time accepted. Tomorrow you may call in vain. അവൻ നമ്മൾക്ക് ആഹ്വാനം ചെയ്യുന്ന നിമിഷം വീണ്ടും കൃപയോടുകൂടെ നമ്മളെ ക്ഷണിക്കുമ്പോൾ അവന് വേണ്ടി നാം വാതിൽ തുറക്കുമോ? Room and time now give to Jesus. Soon will pass God's day of grace. Soon thy heart left cold and silent, and thy Savior's pleading cease. ഇന്ന് നിങ്ങൾക്ക് സമയം, ഇന്ന് കർത്താവ് മുട്ടുമ്പോൾ വാതിലും സമയവും കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുകയും ദൈവത്തിന്റെ കൃപയുടെ ദിവസങ്ങൾ അവസാനിക്കുകയും ചെയ്യും. ഒരു ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം തണുപ്പിന്റെ അവസ്ഥയിലേക്ക് പോകും. പ്രിയന്റെ സ്വരം അവസാനിക്കുകയും ചെയ്യും. I sleep, but my heart awaketh. It is the voice of my beloved that knocketh, saying, Open to me, my sister, my love, my dove, my undefiled, for my head is filled with dew, and my locks with the drops of the night. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം, എന്റെ സഹോദരി, എന്റെ പ്രിയേ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കയെ തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുരുനിരകളും രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും. May God bless these words to our heart. ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സഹായിക്കുമാറാകട്ടെ.